ചായ ഇഷ്ടപ്പെടുന്നവർക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ചായ തയ്യാറാക്കിയാലോ. ഇതാണ് മുന്തിരിച്ചായ. വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സാധാരണ മുന്തിരിയൊക്കെ നമ്മൾ വെറുതെ കഴിക്കുകയോ അതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുകയോ ഒക്കെയാണ് ചെയ്യാറ്. എന്നാൽ ഇതുപോലെ നമുക്ക് നല്ല ചൂടോടുകൂടി ഒരു മുന്തിരി ചായ തയ്യാറാക്കിയാലോ. ഇത് വേണമെങ്കിൽ നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. തണുപ്പിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് സമയം ഉപ്പും അതുപോലെ വിനാഗിരിയൊക്കെ ചേർത്ത വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കഴുകിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുന്തിരിയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5-8 മിനിറ്റ് നമ്മൾ നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ മുന്തിരിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ഇതൊന്ന് കളറൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ചായ തയ്യാറാക്കാം. അപ്പോൾ ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ചായ വെക്കുന്ന പോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ചായപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിൽ ചൂടോടുകൂടി തന്നെ ഈ ചായ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മധുരം ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചൂടോടുകൂടി തന്നെ ഇത് നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ തണുത്തിട്ടാന്ന് കുടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് പുതിനയും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡിങ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്